ഈയിടെ നിങ്ങൾ നോർക്ക കെയർ എന്ന് പറയുന്ന ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് വന്നു. ഒരു സമഗ്ര ആരോഗ്യ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയായിരുന്നു അല്ലേ അത്? നോർക്ക കെയർ പദ്ധതിയെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ഞങ്ങളുടെ സംസ്ഥാന ഗവൺമെൻറ് നോർക്ക റൂട്ട്സ് വഴി നടപ്പിലാക്കിയ ഏറ്റവും പുതിയ ഒരു പദ്ധതികളിലൊന്നാണ് നോർക്ക കെയർ. ഇത് ഒരു സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് മാത്രമല്ല, അതിൻ്റെ കൂടെ ഒരു അപകട ഇൻഷുറൻസ് കവറേജും കൂടെ ചേർത്തിട്ടുള്ള ദാറ്റ് മീൻസ് ഒരു സോഷ്യൽ സെക്യൂരിറ്റി നെറ്റ് ആണിത്. സോ ലോകത്തെ എല്ലാ ഭാഗത്തുമുള്ള പ്രവാസി മലയാളിക്ക് മാത്രമല്ല, പ്രവാസിയുടെ കുടുംബത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സാമൂഹിക സുരക്ഷാ പദ്ധതിയായിട്ടാണ് സംസ്ഥാന ഗവൺമെൻറ്, കേരള ഗവൺമെൻറ് നോർക്ക കെയറിനെ ആവിഷ്കരിച്ചത്. അപ്പോൾ ആ പ്രവാസിയുടെ കുടുംബം പ്രവാസി ആവണമെന്ന് നിർബന്ധമുണ്ടോ? പ്രവാസിയുടെ കുടുംബം പ്രവാസി ആകണമെന്ന് നിർബന്ധമില്ല. അത് ശരി, ഓക്കെ. അപ്പം അതിനൊരു കാര്യമുണ്ട്. നമ്മളുടെ ഈ പ്രവാസി മലയാളികളുടെ സുജിത്തിന് അറിയാവുന്ന പോലെ ഒരു ഇന്നത്തെ കണക്കനുസരിച്ചിട്ട് 80% പ്രവാസി മലയാളികളും 6 രാജ്യങ്ങളിലാണ്, GCC-യിലാണ്, ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ കൺട്രീസിലാണ്. അപ്പോൾ അവിടെ ഉള്ള ബഹുഭൂരിപക്ഷം ആൾക്കാരുടെയും കുടുംബങ്ങൾ ഈ കേരളത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രവാസിക്ക് വേണ്ടി ഒരു വെൽഫെയർ ഇനിഷ്യേറ്റീവ് കൊണ്ടുവരുമ്പം പ്രവാസിയുടെ കുടുംബത്തെ കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിയില്ലെങ്കിൽ അത് പൂർണ്ണതയിലെത്തില്ല എന്നാണ് കേരള സർക്കാർ മനസ്സിലാക്കിയത്. അതിനാൽ നോർക്ക കെയർ പദ്ധതി കൊണ്ടുവന്നപ്പം അതിലേറ്റവും വലിയ മുൻഗണന കൊടുത്തത് പ്രവാസിയുടെ കുടുംബത്തിനായിരുന്നു. ഓക്കെ. എന്തായാലും മറ്റൊരു സംസ്ഥാനത്തിലും കേട്ടിട്ടില്ലാത്ത അല്ലെ കണ്ടിട്ടില്ലാത്ത ഒരു ആക്ടിവിറ്റിയാണ് ഫസ്റ്റ് ഓഫ് ഓൾ നോർക്ക എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ എനിക്ക് തോന്നുന്നു ഈ നോർക്ക കെയർ എന്ന് പറഞ്ഞൊരു പദ്ധതി ഐ തിങ്ക് ഇറ്റ്സ് സംതിങ് ന്യൂ. ഇന്ത്യയിൽ തന്നെ ഇതുപോലൊരു പദ്ധതി വേറെ ഉണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല. അങ്ങനെ ഒരു പദ്ധതി ഉണ്ടോ വേറെ? താങ്കളുടെ അറിവിലുണ്ടോ? ഇല്ല. നോർക്ക ഇറ്റ്സെൽഫ് സുജിത്ത് പറഞ്ഞതിനോട് യുണീക്കാണ്. അതോടൊപ്പം തന്നെ നോർക്കയുടെ പല പദ്ധതികളും ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ ആകർഷിച്ച പദ്ധതികളാണ്. പയനിയറിംഗ് ഇനീഷ്യേറ്റീവ്സാണ്, ട്രെയിൽ ബ്ലേസർ ആക്ടിവിറ്റീസ്. ഓക്കെ. അപ്പം നമ്മൾ ഈ നോർക്ക കെയർ പദ്ധതിയെ പറ്റി പറഞ്ഞു, ഇതൊരു സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണെന്ന് പറഞ്ഞു. എന്തൊക്കെ ബെനഫിറ്റുകളാണ് ഈ പദ്ധതിയിൽ അംഗമാകുന്ന ആളുകൾക്ക് ലഭിക്കുന്നത്? നോർക്കയുടെ മിക്ക പദ്ധതികളും എവിഡൻസ് ബേസ്ഡ് ആണ്. രണ്ടാമത്തത്, ഇത് എവിഡൻസ് ബേസ്ഡ് എന്ന് പറയുന്നത് പ്രവാസികൾ തന്നെ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളാണ്. എനിക്ക് ഇന്ന രീതിയിലുള്ളൊരു പദ്ധതി വേണം, ഞങ്ങളുടെ സമൂഹം, ഞങ്ങൾക്കിതാണ് ആവശ്യം. അപ്പം പലവട്ടമായിട്ട് പ്രവാസി സംഘടനകളും ലോക കേരള സഭയിൽ ഉണ്ടായ മെമ്പേഴ്സും ഒക്കെ മുന്നോട്ട് വെച്ചൊരു ആശയമാണ് ഞങ്ങൾക്കൊരു സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി വേണം. അതിന് മുമ്പ് അപകട ഇൻഷുറൻസ് പദ്ധതി നേരത്തെ തന്നെ നോർക്ക നടപ്പിലാക്കിയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ നോർക്ക കെയർ എന്ന പദ്ധതി കൊണ്ടുവരുന്നത്. അപ്പോൾ നോർക്ക കെയർ പദ്ധതിയിൽ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയും അപകട ഇൻഷുറൻസ് പദ്ധതിയും കൊണ്ടുവരാനുള്ള കാര്യം, ഈ മെഡിക്കൽ ഷോക്ക്, സാധാരണ എല്ലാവരും ഒരു ട്രീറ്റ്മെൻറ്റ് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പെൻസ് ഈസ് എ മെഡിക്കൽ ഷോക്ക്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി, അതിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു പദ്ധതി വേണമെന്ന് പറഞ്ഞു. അപ്പം ഈ പദ്ധതിയിൽ 5 ലക്ഷം രൂപയുടെ മെഡിക്കൽ കവർ. ഈ മെഡിക്കൽ കവർ എന്ന് പറയുന്നത് ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റാണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യയിലെ ആശുപത്രികളിൽ 5 ലക്ഷം രൂപയുടെ ഒരു മെഡിക്കൽ കവറേജ് ഉണ്ട്. അത് ഫ്ലോട്ടർ പോളിസിയാണ്. അതോടൊപ്പം തന്നെ ഈ പദ്ധതിയിൽ ജോയിൻ ചെയ്യുന്ന പ്രൈമറി മെമ്പർക്ക് 10 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് കവറേജ്. ഡെത്ത് ആണെങ്കിൽ 10 ലക്ഷം രൂപ. അതനുസരിച്ച് പരിക്കേൽക്കുകയാണെങ്കിൽ അതിനുള്ള കോമ്പൻസേഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് നോർക്ക കെയർ എന്ന് പറയുന്ന പദ്ധതി ആവിഷ്കരിച്ചത്. അപ്പോൾ ഈ ഫാമിലി മെമ്പേഴ്സിന് എത്രയാണ് അവരുടെ ഇത് വരുന്നത്? അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു ഫ്ലോട്ടറാണ്. അപ്പോൾ 5 ലക്ഷം രൂപയുടെ കവറേജിൽ ഇതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു പ്രവാസിയുടെ പങ്കാളി, 2 കുട്ടികൾ, അപ്പം ഫാമിലിയായി മൊത്തത്തിൽ ഓൾ ടുഗദർ 5 ലക്ഷം രൂപയുടെ ഫ്ലോട്ടറാണ്. ഈ 5 ലക്ഷം രൂപയുടെ പദ്ധതികൾ മാത്രമേ ഉള്ളൂ, അതോ അതിൽ കൂടി എന്തെങ്കിലും പ്ലാനുകൾ എടുക്കാൻ പറ്റുമോ? എനിക്ക് അല്ല, ഇതിൻ്റെ ആദ്യ ഘട്ടത്തിൽ
നമ്മളിപ്പം നടപ്പിലാക്കിയപ്പം ഇത് കേരളപ്പിറവി ദിവസമായ നവംബർ 1-ാം തീയതി 2025 നവംബർ 1-ാം തീയതിയാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. കേരളപ്പിറവി ദിവസത്തിൽ പ്രവാസി മലയാളികൾക്ക് സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു സമ്മാനമായിട്ടാണ് ഈ പദ്ധതി കൊണ്ടുവന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യഘട്ടത്തിൽ നമ്മൾ ഈ കാര്യത്തിൽ ഈ സ്റ്റാൻഡേർഡ് പോളിസി മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് 5 ലക്ഷം രൂപയുടെ കവറേജ്, അതോടൊപ്പം തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഫാമിലി യൂണിറ്റ്. പക്ഷേ കുട്ടികൾ അഡീഷണൽ ആയിട്ടുണ്ടെങ്കിൽ, അതായത് 2 കുട്ടികൾക്ക് പുറമെ 3 കുട്ടികളെ കൂടി വേണമെങ്കിൽ അഡീഷണൽ പ്രീമിയം കൊടുത്തുകൊണ്ട് ആഡ് ചെയ്യാമായിരുന്നു. ഇതായിരുന്നു സ്റ്റാൻഡേർഡ് പോളിസി. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതെല്ലാം പ്രവാസികളുടെ ഫീഡ്ബാക്ക് ബേസ് ചെയ്തിട്ടാണ് നോർക്കയുടെ പോളിസികൾ എല്ലാം നടപ്പിലാക്കിയത്. അതോടൊപ്പം തന്നെ ഈ പോളിസി നടപ്പിലാക്കിയപ്പം പ്രവാസ സമൂഹത്തിൽ നിന്ന് പ്രവാസികളുടെ ഗ്രൂപ്പുകളും സമൂഹങ്ങളും എടുത്തവരും ഒക്കെ പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചു. അതനുസരിച്ചുകൊണ്ട് ഇപ്പം അതിനൊരു നോർക്ക കെയർ പ്ലസ് എന്ന് പറഞ്ഞൊരു എക്സ്റ്റൻഷൻ കൂടി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ 5 ലക്ഷം എന്ന് പറയുന്ന പരിധിക്ക് മുകളിലായിട്ട് 10 ലക്ഷത്തിൻ്റെയും 15 ലക്ഷത്തിൻ്റെയും 20 ലക്ഷം 25 ലക്ഷം മുതൽ 50 ലക്ഷം വരെ ഉള്ള സം അഷ്വേർഡ് ആയിട്ടുള്ള പാക്കേജസ് കൊണ്ടുവരുന്നുണ്ട്. നിർദ്ദേശം പ്രവാസികൾ മുന്നോട്ട് വെച്ചതാണ്. അപ്പം അതോടൊപ്പം തന്നെ അവർ പലരും ആവശ്യപ്പെട്ടത്, പല രാജ്യങ്ങളിൽ നിന്നും ആവശ്യപ്പെട്ടത്, കുടുംബം എന്ന് പറയുന്നതിൻ്റെ വ്യാപ്തി ഒന്ന് വലുതാക്കണം, കുടുംബം എന്ന് പറയുന്നതിനകത്ത് മാതാപിതാക്കളെ കൂടി ഉൾപ്പെടുത്തണം, അതുകൂടി ഇപ്രാവശ്യം ഇതിനകത്ത് പരിഗണിക്കുന്നുണ്ട്. സോ ഈ നോർക്ക കെയർ എക്സ്റ്റൻഷൻ ഇപ്രാവശ്യം അവതരിപ്പിക്കുമ്പം അതിനകത്ത് പരിധികളില്ലാതെ, അതായത് കുടുംബ പരിധി നേരത്തെ നിശ്ചയിച്ച യൂണിറ്റിൽ നിന്ന് മാതാപിതാക്കളെ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് മാതാപിതാക്കൾക്കാണെങ്കിൽ 80 വയസ്സ് വരെ കവറേജ് നൽകുന്നു. ശരിക്കും സാറിപ്പോൾ പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു പുതിയൊരു പദ്ധതിയെ പറ്റി ഞാൻ അറിയുന്നത്. ഇതിനു മുമ്പ് നിങ്ങൾ ഫസ്റ്റ് ടൈം നിങ്ങൾ നോർക്ക കെയർ പദ്ധതി കൊണ്ടുവന്ന സമയത്ത്, ഞാനൊരു പ്രവാസിയാണ്, ഞാൻ നോർക്കയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഇൻഷുറൻസ് എടുക്കാനായിട്ട് പോയപ്പോഴത്തേക്കിനും സ്വാഭാവികമായിട്ടും ഞാൻ നോക്കുമ്പോൾ എനിക്ക് എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞ് ഇതിനകത്ത് കാണുന്നത് ഞാൻ, ഭാര്യ, മക്കൾ. എനിക്കും ഭാര്യയ്ക്കും മക്കൾക്കും ഓൾറെഡി എനിക്കിവിടെ ഇൻഷുറൻസ് ഉണ്ട്. എനിക്ക് എൻ്റെ മാതാപിതാക്കൾക്ക് പ്രായാധിക്യം കാരണം എനിക്ക് ഇൻഷുറൻസ് എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് അവർക്ക് ഇൻഷുറൻസ് ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നോർക്കയിൽ അങ്ങനെ ഒരു ഓപ്ഷൻ കണ്ടില്ല. അതുകൊണ്ട് ഞാനത് എടുത്തില്ല. പക്ഷേ നിങ്ങളിപ്പോൾ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനിൽ മാതാപിതാക്കളെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അതും 80 വയസ്സ് വരെ അവർക്ക് ഇതിനകത്ത് ചേരാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും ശരിക്കും ഞാൻ ഇപ്പോൾ തന്നെ ഇന്ന് പോയി എടുക്കണം എന്നുള്ളതിലിരിക്കുകയാണ്. കാരണം ഇതിനകത്ത് ഇൻഷുറൻസ് കമ്പനികൾ പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ആളുകൾക്ക് ഒരു ഏജ് കഴിഞ്ഞാൽ അവർ ഇൻഷുറൻസ് കൊടുക്കാൻ മടിക്കുമല്ലോ. കാരണം അവർക്ക് ലയബിലിറ്റീസ് കൂടും, അങ്ങനെയാണ്. പിന്നെ അഥവാ കൊടുക്കാതെ തന്നെ ഭയങ്കര പ്രീമിയത്തിലൊക്കെ ആയിരിക്കും അവർ കൊടുക്കുക. പിന്നെ എക്സിസ്റ്റിംഗ് അസുഖങ്ങളുള്ള ആളുകളെ അവർ കവർ ചെയ്യുകയാണെങ്കിൽ തന്നെ ധാരാളം റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടായിരിക്കും കവർ ചെയ്യുക. ഇതുപോലെയുള്ള ഗ്രൂപ്പ് ഇൻഷുറൻസ് ആകുമ്പോഴത്തേക്കിനും ഇവർക്ക് ഇതിനൊക്കെ റിലാക്സേഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ളൊരു ഗ്രൂപ്പ് ഇൻഷുറൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ? സ്വാഭാവികമായിട്ടൊരു സംശയം വരുമല്ലോ. അപ്പോൾ നിങ്ങൾ പുതിയ പാക്കേജ് അവതരിപ്പിച്ചപ്പോഴത്തേക്കിനും ഓൾറെഡി നിങ്ങൾ എക്സിസ്റ്റിംഗ് ആയിട്ട് അവതരിപ്പിച്ച പാക്കേജ് എടുത്ത ആൾക്കാർ അവരെന്ത് ചെയ്യും? അവർക്ക് ഇതിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ആവുമോ? അവർക്കല്ല, അവർക്ക് അഡീഷണൽ ആയിട്ട് ഇത് എടുക്കേണ്ടി വരും. കാരണം അഡീഷണൽ ആയിട്ട് ഈ പാക്കേജ് എടുക്കേണ്ടി വരും. ഇത് എല്ലാ വർഷവും റിന്യൂ ചെയ്ത് പോകുന്ന രീതിയിലുള്ള ഞാൻ അതിനകത്ത് പറയാം. ഇത് ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ 1 വർഷത്തേക്കാണ് ഇത് ഗ്രൂപ്പ് ഇൻഷുറൻസ്. അപ്പോൾ ഓരോ വർഷം കഴിയുമ്പം ഇത് പുതുക്കേണ്ടതായിട്ട് വരും. അവർ അടുത്ത വർഷം പുതുക്കുമ്പോഴത്തേക്കിനും ഇതിലേക്ക് മാറും. അവർക്ക് ഈ വർഷം തന്നെ അവർക്ക് ഇതിനകത്തേക്ക് മാറാൻ പറ്റും. അതെങ്ങനെ മാറാൻ പറ്റും അവർക്ക്? ആ ഓപ്ഷൻസ് ഉണ്ട്. പുതിയ ഇത് സംബന്ധിച്ചിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷനകത്ത് അവർക്ക് ഈ നോർക്ക കെയർ പ്ലസ് ഓപ്ഷൻ, ഉദാഹരണമായിട്ട് സുജിത്ത് നേരത്തെ എടുത്തിരുന്നു, പക്ഷെ സുജിത്തിന്റെ കുടുംബം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം പാരൻസിനെ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പം പാരൻസിന്റെ പാക്കേജ് എടുക്കണം. അതിന് അഡീഷണൽ പേയ്മെന്റ് ചെയ്യണോ? അഡീഷണൽ ആയിട്ട് ആ പാക്കേജ് എടുക്കേണ്ടതുണ്ട്. ഓക്കെ, ചെറിയ നോമിനൽ എമൗണ്ട് ആണോ? ആയിരിക്കാം. ഓക്കെ. അപ്പോൾ അത് ഉടൻ തന്നെ അത് അനൗൺസ് ചെയ്യും അത് എത്രയാണ്.